Hello students, welcome to class 9 mathematics. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. In the picture below, the side AC of the triangle ABC is extended to D by adding the length of the side CB. The line through C parallel to DB is drawn to meet AB at E. First question, prove that CE bisects angle C. This is our first question. Any questions വേറെ ഉണ്ട്. Second question, to describe how this can be used to divide an 8 centimeters long line in the ratio 4:5. Can we use it to divide an 8 centimeters long line in the ratio 3:4? How? That is the question. പ്രകാരമുള്ള ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ അല്ലെങ്കിൽ പിക്ചറിൽ ദ സൈഡ് എ സി, ഈ എ സി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, ഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സി ഡിയുടെ ലെങ്ത്ത് എന്താണ്? ബൈ ആഡിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് സി ബി എന്ന് പറയുന്നത്. സി ബിയുടെ ലെങ്ത്ത് ആഡ് ചെയ്തിട്ടാണ് നേട്ടിരിക്കുന്നത്. സി ബിയുടെ അതേ ലെങ്ത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നർത്ഥം. അതിനർത്ഥം ബി സിയും സി ഡിയും ഒരേ ലെങ്ത്താണെന്ന് അർത്ഥം. എ സി എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഡി വരെ, സി ഡിയുടെ ലെങ്ത്ത് ബി സി ആകത്തക്ക വിധത്തിൽ. മനസ്സിലായ? അതാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി ബിയും സി ഡിയും ഒരേ ലെങ്ത്തായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എന്താണെന്ന് മനസ്സിലായോ? രണ്ട് സൈഡ് ഈക്വലായ ട്രയാങ്കിൾ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഈക്വലായിട്ടുള്ള സൈഡുകൾക്ക് ഓപ്പോസിറ്റുള്ള സൈഡുകൾ തന്നെ ഈക്വലായിട്ടുള്ള സൈഡുകൾക്കെതിരെയുള്ള ഓപ്പോസിറ്റായി കിടക്കുന്ന ആംഗിളുകൾ ഈക്വലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ആംഗിളുകളും ബേസ് ആംഗിൾസാണ്, ഈക്വലാണ്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ദ ലൈൻ ത്രൂ സി, സിയിൽ നിന്നും ഇങ്ങോട്ട് വരച്ചിരിക്കുന്ന ലൈൻ ത്രൂ സി പാരലൽ ടു ബി ഡി അല്ലെങ്കിൽ ഡി ബി. ഡി ബിക്ക് പാരലായി സിയിലൂടെ ലൈൻ വരച്ചിരിക്കുന്നു. അത് ഇയിൽ മീറ്റ് ചെയ്യുന്നു. മനസ്സിലായ? പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തെ പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് സി ബൈസെക്സ് ആംഗിൾ സി. ഈ ആംഗിൾ സിയെ ഈ സി ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഒന്നാണ്. ആംഗിൾ എ സിയും ആംഗിൾ ബി സിയും ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആകുമ്പോഴാണ് ബൈസെക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായ? അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? ഡി ബി ഈസ് പാരലൽ ടു സി. രണ്ട് പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലാണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വലാണ്, അല്ലേ? അങ്ങനെ വരില്ലേ? മനസ്സിലായി? ഇതിനകത്ത് ഒരു കാര്യം തന്നിട്ടുണ്ട്. ബി സി ഇസിക്കൽ ടു സി ഡി തന്നിട്ടുണ്ട്. ഗിവൺ ബി സി ഇസിക്കൽ ടു സി ഡി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ബി സി ഇസിക്കൽ ടു സി ഡി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഗിവൺ ആണ്. ഗിവൺ ബി സി ഇസിക്കൽ ടു സി ഡി ഇസ് ഗിവൺ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡി ബി പാരലൽ സി എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, പാരലാണെന്നറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് ട്രയാങ്കിൾ ബി സി ഡി എന്താണ്? ട്രയാങ്കിൾ ബി സി ഡി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ ആവാൻ കാരണം? ഐസോസെലസ് ട്രയാങ്കിൾ ആവാൻ കാരണം എന്താ? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്. കാരണം എന്താ? ഈ ഒരു ലെങ്താണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈക്വലാണ്. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വലാണ്. ഇത് ഐസോസെലസ് ട്രയാങ്കിളാണ്. മനസ്സിലായ? അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളായി. മനസ്സിലായി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആംഗിൾ ഏതൊക്കെയാണ് ആംഗിൾ ഈക്വലായി? ആംഗിൾ സി ഡി ബിയും ഈ ആംഗിൾ സി ഡി ബിയും അതുപോലെ ആംഗിൾ ഡി ബി സിയും ഈക്വലാണ്. കാരണം എന്താ? ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഈക്വലാണ് കേട്ടോ. മനസ്സിലായ? ഈ ആംഗിൾ ഈക്വലാകാൻ കാരണം മനസ്സിലായി? ഇത് ഐസോസെലസ് ട്രയാങ്കിൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു ലെങ്താണ് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കണേ. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വലായാൽ ഇത് ബേസ് ആംഗിൾസാണ്, അത് ഈക്വലായിരിക്കും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലായ? ഫസ്റ്റ് ഫാക്ട് യു ഹാവ് ഫൗണ്ട് ഔട്ട്. നിങ്ങൾ കണ്ടെത്തിയ ആദ്യത്തെ ഫാക്റ്റാണ്, ഒന്നാമത്തെ ഫാക്റ്റാണ്. ഇനി അടുത്തത്
ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ആംഗിൾ DBC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ രണ്ടാമത് ഇട്ടാൽ നോക്കൂ. ആംഗിൾ DBC ഈ ആംഗിളും ഈക്വലാണ്. അതായത് ആംഗിൾ BCE, ആംഗിൾ DBCയും ആംഗിൾ BCയും ഈ രണ്ട് ആംഗിൾ ഈക്വലാണ്. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പുറം ഇപ്പുറമുള്ള ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾ ഈക്വലാണ്. അതെഴുതാം. പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പോൾ ആംഗിൾ എന്താണ്? ഏതൊക്കെ ആംഗിളുകളാണ്? ഏതൊക്കെ ആംഗിളിനെ ഈക്വലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ DBC. ഇത് ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ BCE. മനസ്സിലാവുന്നുണ്ടോ? ആംഗിൾ DBC ആണ് ഇത്. ആംഗിൾ BCE ആണ് ഇപ്പുറത്തെ ആംഗിൾ, ഇപ്പുറത്തെ ആംഗിൾ. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇല്ല. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് കേട്ടോ. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ ഈ ആംഗിളും ഈക്വലായി. ഇത് സെക്കൻഡ് ഫാക്റ്റ്. ഇത് തന്നിരിക്കുന്ന സെക്കൻഡായിട്ട് കിട്ടുന്ന ഒരു വസ്തുതയാണ്, ഫാക്റ്റാണ്. ഇനി അടുത്തത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ആംഗിളും ഈക്വലാണ്. രണ്ട് പാരലൽസിന് ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതായത് ഈ ലൈനിന് താഴെ വരുന്ന ആംഗിളും ഈ ലൈനിന് താഴെ വരുന്നു. രണ്ട് പാരലൽസ് ഇതാണല്ലോ. ഈ പാരലൽ ലൈനിന് താഴെ വരുന്ന ആംഗിൾ ഇത്, ഈ പാരലൽ ലൈനിന് താഴെ വരുന്ന ആംഗിൾ, ആ രണ്ട് ആംഗിളിൽ പറയുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് പറയും. അപ്പോൾ അതും ഈക്വലാണ്. മനസ്സിലായോ? അപ്പോൾ അതിന് നമ്മളെന്ത് ആംഗിൾ CDB ഈക്വൽ ടു ആംഗിൾ ACE. ആംഗിൾ ACE ഈ ആംഗിൾ അതിനാണ് AC എന്ന് പറയുന്നത്. ഈക്വലാണ്. അതിന് കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ്. രണ്ട് പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതാണ് പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഫാക്റ്റ് പറയുന്നത് എന്താണ്? ആംഗിൾ CDBയും ഇതും ആംഗിൾ BCയും ഈക്വലാണെന്ന് പറഞ്ഞു. ആംഗിൾ CDBയും ആംഗിൾ DBCയും ഈ രണ്ട് ആംഗിളുകൾ ഈക്വലാണെന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഇത് 1, ഇത് 2. 1 and 2 ഈക്വൽ. മനസ്സിലായോ? 2 and 3 ഓൾസോ ഈക്വൽ. Come to that point. 1 and 4 also equal. മനസ്സിലായോ? 1 and 2 ഈക്വൽ, 2 and 3 ഈക്വൽ, 1 and 4 ഈക്വൽ. മനസ്സിലായോ? ഇത് രണ്ടും ഈക്വലാണ്. 1 and 2 ഈക്വൽ. വൈ? ഐസോസെൽസ് ട്രയാങ്കിൾ. 2 and 3 ഈക്വൽ. വൈ? നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിന് പകരം ഞാൻ അങ്ങനെ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 1 and 2 ഈക്വൽ, 2 and 3 എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? മനസ്സിലായോ? 2 and 3. 1 and 4 1 and 4 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ 1ഉം 2ഉം ഈക്വലാണ്, 2ഉം 3ഉം ഈക്വലാണ്, 1ഉം 4ഉം ഈക്വലാണ്. എങ്കിൽ 4ഉം 3ഉം ഈക്വൽ അല്ലേ? ഇതിൽ നിന്ന് 4ഉം 3ഉം ഈക്വൽ ആവില്ലേ? അല്ലേ? എന്ന് പറഞ്ഞാൽ ആംഗിൾ ACയും ആംഗിൾ BCയും ഈക്വലാണ്. ഇതിൽ നിന്നും ഫ്രം 1, 2, 3 ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് എന്താണ്? ആംഗിൾ ACE എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഫോർത്ത് ആംഗിൾ നമ്പർ 4 എന്നർത്ഥം. ഈക്വൽ ടു ആംഗിൾ BCE. രണ്ടും ഈക്വലാണ്. ഈക്വലാന്ന് പറഞ്ഞാൽ എന്താ? CE bisects angle C. Therefore, CE bisects angle C. CE angle CA bisect. That is our answer. Understand? The first question answer. Question. Describe how this can be used to divide an 8 cm long line in the ratio 4:5. ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഡയഗ്രം വരച്ചൊന്ന് ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ ഏത് ആംഗിളിൻ്റെയും ബൈസെക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ബൈസെക്ടറാണിത്. ഇത് രണ്ടും ഈക്വലാണെന്ന് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തല്ല. അതിൻ്റെ ബൈസെക്ടറാണിത് വരച്ചിരിക്കുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് എയും ഇത് സിയും നമുക്ക് എടുക്കാം. ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സൈഡുകൾ തമ്മിൽ റേഷ്യോ. അപ്പോൾ എയും ബിയും തമ്മിലുള്ള അല്ലെങ്കിൽ ബിയും തമ്മിൽ റേഷ്യോ ഈ 4:5. ഇത് 4ഉം ഇത് 5 ആണെങ്കിൽ ആ റേഷ്യോ തന്നെ ആയിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ACയും BCയും അതേ റേഷ്യോ തന്നെ ആയിരിക്കും AB അത് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ CBയും അതുപോലെ ഇത് CDയും ഇത് D ആണ്.
എ സിയും സി ഡിയും തന്നിട്ടുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെയാണെന്ന് വെച്ചു. അപ്പോൾ ബി സിയും സി ഡിയും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഐസോസെൽസ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടാകും. അപ്പോൾ സി ബി ഈസ് ഈക്വൽ ടു സി ഡി ആണ് അല്ലേ. അപ്പോൾ എ ബിയെ നമ്മൾ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഏതാണോ ആ റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? എ സിയും ബി സിയും എന്നുള്ള റേഷ്യോയും എ സിയും ഈ തന്നിരിക്കുന്ന സി ഡിയും നമ്മൾ റേഷ്യോ ഒന്ന് തന്നെയാണ്. കാരണം ഈ രണ്ട് സൈഡിലും ഈക്വൽ അല്ലേ. അപ്പോൾ എ സി ഇസ് ടു ബി സി എന്ന് പറയുന്നത് 4:5 എന്ന് പറയുന്നതും എ സി ഇസ് ടു സി ഡി എന്ന് പറയുന്ന റേഷ്യോയും ഇവിടെ 5 തന്നെയാണ്, നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 8 സെൻറ്റിമീറ്റർ ലെങ്തിലുള്ള ലൈൻ വരയ്ക്കുക അല്ലേ. എ സി ഇവിടെ എത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ്. മനസ്സിലായി? എ സി 4 സെൻറ്റിമീറ്ററാണ്. മനസ്സിലായി? ബി സി എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എ സി 4 സെൻറ്റിമീറ്ററും ബി സി 5 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ആർക്ക് വരച്ച് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ട്രയാങ്കിൾ രണ്ട് സൈഡായി. എ ബി 8 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എ സി ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് an 8 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 8 സെൻറ്റിമീറ്റർ ലെങ്ത് ലൈൻ വരയ്ക്കുക. എന്നിട്ട് എ സി 4 സെൻറ്റിമീറ്ററും ബി സി 5 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക, ആർക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലല്ലേ പറഞ്ഞത്? അപ്പോൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് ഈ എ സിയെ ബി സി എത്രയാണോ അത് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇതേ ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ലൈൻ വരച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ആർക്ക് വരച്ചിട്ട് 5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് 5 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ സി ഡി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആയി. ഇതായ അപ്പോൾ അങ്ങനെ ഡി നമ്മൾ അവിടെ മാർക്ക് ചെയ്തു, 5 സെൻറ്റിമീറ്റർ ആകത്തക്ക വിധത്തിൽ അവിടെ മാർക്ക് ചെയ്തു. മനസ്സിലായി പറഞ്ഞത്? എന്നിട്ട് എന്ത് ചെയ്യണം? ഇതും കൂടി ജോയിൻ ചെയ്യുക, ഡി ബി ജോയിൻ ചെയ്യുക. മനസ്സിലായോ? ഡി ബി വരയ്ക്കുക. ഇനി ഡി ബിക്ക് പാരലായിട്ട്, ഈ ഡി ബിക്ക് പാരലായിട്ട് സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാൽ മതി. ഡി ബിക്ക് പാരലായിട്ട് ഈ സിയിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അത് ഇ എന്ന പോയിന്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ എ ബിയെ നമുക്ക് ഈ 4:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എയും ഇ ബി നമ്മൾ റേഷ്യോ 4:5 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആദ്യം 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ലൈൻ വരയ്ക്കുക. അതിനുശേഷം എ സി 4 സെൻറ്റിമീറ്റർ ബി സി 5 സെൻറ്റിമീറ്റർ ആണ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ബി സിയുടെ ലെങ്ത്ത് 5 ആയതുകൊണ്ട് അതിന് എക്സ്റ്റെൻഡ് ചെയ്യുക, കാരണം ഐസോസെൽസ് ആയതുകൊണ്ട് അതേ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഡിയും ബിയും കൂടി ജോയിൻ ചെയ്യുക. ഇതിന് പാരലായിട്ട് സിയിലൂടെ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അത് ഇ എന്ന പോയിന്റ് സ്ട്രൈക്ക് ചെയ്യും. എയും ബിയും നമ്മുടെ റേഷ്യോ എന്തായിരിക്കും? ഈ 4:5 തന്നെയായിരിക്കും. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഏത് ആംഗിളിൻ്റെ ബൈസെക്ടറെ ഓപ്പോസിറ്റ് സൈഡിനെ അല്ലേ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ആംഗിളിൻ്റെ സൈഡുകളുടെ റേഷ്യോയിലാണ്. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സൈഡുകൾ എ സിയും ബി സിയും ആണ്. ഈ സൈഡുകളുടെ റേഷ്യോയിലാണത് ഡിവൈഡ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ വി യൂസ് ഇറ്റ് ടു ഡിവൈഡ് an 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4? ഇതിനെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇവിടെ 3ഉം 4 ആണ്, ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇവിടെ 3ഉം 4ഉം ആയി കഴിഞ്ഞാൽ സംഭവിക്കും, അങ്ങനെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണെങ്കിൽ 3 + 4 എത്ര? 7. അത് ഈ ഒരു ലൈനിൻ്റെ എ ബിയേക്കാൾ ലെസ്സാണ്. എപ്പോഴും ഒരു ട്രയാങ്കിളിൽ ഏത് രണ്ട് മെഷർമെൻറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സൈഡിനേക്കാൾ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ 3ഉം 4ഉം ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്യാൻ വി യൂസ് ഇറ്റ് ടു ഡിവൈഡ് an 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4? അപ്പോൾ ഇവിടെ 3:4 എന്ന റേഷ്യോയിൽ 8 സെൻറ്റിമീറ്റർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. പറ്റില്ല. കാരണം ഇവിടെ 3ഉം 4ഉം ആണെങ്കിൽ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുള്ളൂ. അത് 8നേക്കാൾ കൂടുതൽ വരാൻ പാടുള്ളൂ. എപ്പോഴും രണ്ട് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 3ഉം 4ഉം മാറ്റിയിട്ട് അതിനെ നമ്മുടെ ഈക്വൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് സംഭവിക്കും. ആ റേഷ്യോ ഒന്ന് മാറ്റുകയാണെങ്കിൽ 3:4 എന്നുള്ളത് 3 × 2 6, 4 × 2 8, 6:8 എഴുതിയിട്ട് 6ഉം 8ഉം ആക്കി കഴിഞ്ഞാൽ ശരിയാകും. അപ്പോൾ ഇവിടെ 6ഉം 8ഉം ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ റേഷ്യോ തന്നെയല്ലേ 3:4 എന്ന് പറയുമ്പോൾ ആ റേഷ്യോ തന്നെയാണ്. 3:4 എന്ന റേഷ്യോ തന്നെയാണ് 6:8 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ സി കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ 3ഉം 4ഉം കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. 3ക്കും 4നും പകരം അതേ റേഷ്യോ തന്നെ വരുന്ന 6:8 ഉപയോഗിക്കാം. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.